കേരള നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതൃപദവിയിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല, വേറെ ബ്ലോക്കായിട്ടിരിക്കും എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. ഇന്നിപ്പോൾ പഴയ മന്ത്രി പി പ്രസാദ്, ചേർത്തലയിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട പി പ്രസാദും ഇതൊക്കെ തന്നെ ആവർത്തിച്ചു. ഇവർക്കിങ്ങനെ ആവർത്തിക്കാനല്ലാതെ ആധികാരികമായി പറയാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത്, ഒരു CPI നേതാവിനെ, അദ്ദേഹത്തോട് സംസാരിച്ചു. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ്. അദ്ദേഹത്തിന് തന്നെ അറിയാൻ കിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. കിട്ടില്ല, കിട്ടാൻ ഒരു സാധ്യതയുമില്ല. ശരിക്കും CPM തകർന്നു, CPMനൊപ്പം CPI പണ്ടേ തകർന്നു. ഒരു നിലനിൽപ്പും രാഷ്ട്രീയമായി ഈ പാർട്ടികൾക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, CPIക്ക് പ്രത്യേകിച്ച്. CPIക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാം, പ്രതിപക്ഷ നേതൃസ്ഥാനം തന്നെ ചോദിക്കാം, ധൈര്യമായി ചോദിക്കാം, കെ രാജനെ പ്രതിപക്ഷ നേതാവാക്കാം. പക്ഷേ അവർ അത് ചെയ്തില്ല, മിണ്ടിയില്ല. പ്രതിപക്ഷ ഉപനേതൃ പദവി എന്നുള്ളത് ക്യാബിനറ്റ് പദവിയൊന്നുമല്ല, എന്നാൽ പോലും അത് ഒരു ശക്തിയായിരുന്നു ചോദിക്കാൻ. ചോദിച്ചില്ല, ചോദിക്കാനും ഉദ്ദേശിക്കുന്നില്ല, അതേക്കുറിച്ച് ചർച്ചയുമില്ല. LDF നേതൃയോഗം ഇതുവരെ ചേർന്നിട്ടുണ്ടോ? ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രാവശ്യം മറ്റു ചേർന്നു. ഈ തോൽവി ചർച്ചയായില്ല. തോൽവി ചർച്ചയാക്കണം എന്ന് പറഞ്ഞ ഘടകകക്ഷികളെല്ലാം കൂടി പലകുറി ആവർത്തിച്ചിട്ടും CPM അല്ലെങ്കിൽ പിണറായി വിജയൻ വഴങ്ങുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ പിന്നെ ഈ ഘടകകക്ഷികളെയൊക്കെ അങ്ങ് പറഞ്ഞു വിട്ടുകൂടി, അവർക്ക് മുന്നണി വിട്ട് പൊയ്ക്കൂടി. നിങ്ങൾക്ക് നാണവും മാനവും ഇല്ലേ? NCP ആയാലും ശരി, NCP ശരത് പവാർ ആയാലും ശരി, ഏത് പാർട്ടി ആയാലും ശരി, അല്ലെങ്കിൽ CPI ആയാലും ശരി, കോൺഗ്രസ് എസ് ആയാലും ശരി. കോൺഗ്രസ് എസും NCP യോജിക്കാൻ പോകുന്നൊക്കെ കേട്ടു. ആർക്കായാലും നിങ്ങൾക്ക് യാതൊരു പരിഗണനയും കിട്ടാത്ത ഒരിടത്ത്, അത് ഭരണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത്? സത്യം പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന CPI ശരിക്കും നാണം കെടുകയാണ്, സ്വയം നാണം കെടുകയാണ്, സ്വയം മലിനജലം തലവഴി കോരി ഒഴിക്കുകയാണ്. കാരണം നിങ്ങളെ വിശ്വസിക്കുന്ന, നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ കേരളത്തിൽ ഇന്നുമുണ്ട്. കാര്യം ഇലക്ഷന് തോറ്റുപോയി, എന്നാൽ പോലും നിങ്ങളോടൊപ്പം നിൽക്കുന്ന, രാഷ്ട്രീയമായി നിങ്ങളോടൊപ്പം നിൽക്കുന്ന, CPMനെ മാറ്റി നിർത്തിക്കോളൂ, CPIക്കൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഇന്നുമുണ്ട്. മഹാന്മാരായ C അച്യുതമേനോനെ പോലെ, കാനം രാജേന്ദ്രനെയൊക്കെ പോലെ നല്ല നല്ല നേതാക്കൾ ഉണ്ടായിരുന്നു. CK ചന്ദ്രപ്പനെ പോലെ, അതുപോലെ PK വാസുദേവൻ നായരെ പോലെ, വെളിയം ഭാർഗവനെ പോലെയൊക്കെ തന്നെ എത്ര മഹാന്മാരായ നല്ല നേതാക്കൾ ഉണ്ടായിരുന്ന പാർട്ടിയാണ് CPI. നിങ്ങൾ എന്തിനാണ് ഇവരുടെ മുന്നിൽ വീണ്ടും വീണ്ടും കുഞ്ഞു നിൽക്കുന്നത്? ഞങ്ങൾക്ക് പ്രതിപക്ഷ ഉപനേതൃ പദവി നിന്നില്ലെങ്കിൽ ബ്ലോക്കാക്കിയിരിക്കുന്നത് ഞങ്ങൾ മുന്നണി വിടുകയാണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റം ബിനോയ് വിശ്വത്തിനും കൂട്ടർക്കും ഇല്ലാതെ പോയതെന്ത് എന്ന് ചില CPI നേതാക്കൾ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ചോദിക്കും, ചോദിച്ചു പോകും. സത്യം പറഞ്ഞാൽ ഈ പ്രവർത്തകരാണ് അവഹേളിതരാകുന്നത്, അപമാനിതരാകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായ നേട്ടമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ നേതാക്കന്മാർക്ക് ഉണ്ടായിരിക്കാം, അറിയില്ല. എന്തൊക്കെയായാലും ഈ പ്രതിപക്ഷ ഉപനേതൃ പദവി പോയിട്ട് നിങ്ങൾക്ക് ഈ പ്രതിപക്ഷത്ത് ഇരുന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ, സംസാരിക്കാൻ പോലും, അല്ലെങ്കിൽ കാര്യങ്ങൾ വ്യക്തമായി നിങ്ങളുടെ മണ്ഡലത്തിലെ കാര്യങ്ങൾ സംസാരിക്കാൻ പോലും നിങ്ങൾക്ക് അവസരം ലഭിക്കില്ല. നിങ്ങൾക്കൊരു സബ്മിഷനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ, അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് കഴിയില്ല. കാരണം നിങ്ങളൊക്കെ കടന്നു വന്നാൽ ഇപ്പോൾ CPMനുള്ളിൽ തന്നെ ആളുകളെ അവർ MLA മാരെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാലഗോപാലിനൊന്നും ഇപ്പോൾ ഒരു റോളുമില്ല. സജി ചെറിയൻ സംസാരിക്കുന്നത് ഈ നിയമസഭ കൂടിയേ പിന്നെ, പുതിയ സർക്കാർ അധികാരത്തിൽ വന്നേ പിന്നെ നമ്മളാരും കേട്ടിട്ട് പോലുമില്ല. സംസാരിച്ചായിരിക്കും, നമ്മളാരും കേട്ടിട്ടില്ല. അവരെയൊക്കെ തന്നെ ഒതുക്കുകയാണ്. അപ്പോൾ പിന്നെ നിങ്ങളുടെ കാര്യം പറയണോ? വീണ്ടും ഇങ്ങനെ അപമാനിതരായി നാണം കെട്ട് ഈ CPMന്റെ വാലിൽ പിടിച്ച് തൂങ്ങിക്കൊണ്ട് നിൽക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്ന് ആവർത്തിച്ച് ചോദിക്കുകയാണ്. നിങ്ങൾ തന്നെ തീരുമാനമെടുക്കേണ്ട വിഷയമാണ്. നമ്മുടെ രാഷ്ട്രീയ അഭിപ്രായവും ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്കുള്ള നമ്മളുടെ അഭിപ്രായവും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.